അപ്പോൾ ഇനി അൻവറിന്റെ പേരിൽ അതിന് കേസ് വരും. കേസ് വരാൻ പോകുമ്പോൾ ഇനി പുതിയതായിട്ട് അൻവറിന് ഈ ഫോൺ ചോർത്തിയത് വഴി കിട്ടിയിട്ടുണ്ട് വല്ല വിവരം ഉണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ വയ്യാതെ വരും. അതുകൊണ്ട് ആ കേസിന് മുമ്പേ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അൻവർ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പോക്കാണ്, ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിപ്പാൻ ശ്രമിക്കുക. ഇനി ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ ബഹുമാനീയനായ ഗവർണർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അൻവർ ഈ പുലിവാലെ പിടിച്ചേക്കാണ്. അതായത് പുലി ഓടി വന്നപ്പം അവൻ്റെ എങ്ങനെയോ അതിൻ്റെ പുറകിൽ ഓടി ചെന്നിട്ട് അതിൻ്റെ വാലയിൽ അങ്ങ് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ, പുലി കിടന്ന് കുടയുകയാണ്. ഇത് പിടി വിട്ടുപോയാൽ പുലി കടിച്ചു കൊല്ലും. അപ്പൊ അതിനൊരു മാർഗമില്ലാതെ അൻവർ ഇങ്ങനെ പിടിച്ചേക്കാണ് ഈ പുലിവാലിൽ. ആ പിടി വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ പറയും. ഇനി ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ബഹുമാനീയനായ ഗവർണർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കാര്യം ഈ അൻവർ ഫോൺ ചോർത്തിയത്, എന്തോ മെഷീൻ ഉപയോഗിച്ച് ഫോൺ ചോർത്തിയത്. ഇനി പെഗാസസ് വല്ലതും ഒന്നും എനിക്കറിയില്ല, അതിന് വലിയ വിലയുള്ളതാണ് ശ്രീ പി വി അൻവറിന്റെ കയ്യിലുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ അത് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇസ്രായേലിൽ മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. അത് ഇവിടെ ശ്രീ നരേന്ദ്രമോദി അത് ഓർഡർ ചെയ്ത് വൻതോതിൽ വാങ്ങിച്ച് ഇവിടെ എല്ലാവരുടെയും ഫോൺ ചോർത്തിയാണ് ഇ ഡിക്കും ഇൻകം ടാക്സിനും ഒക്കെ കൊടുത്ത് അവരെ ഉപദ്രവിക്കുന്നത്. അതുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അത് ആ സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഈ ഫോൺ ചോർത്തുക എന്ന് പറയുന്ന, ഒരാളെ ഫോൺ ചോർത്തി എടുക്കുക എന്ന് പറയുന്നത്, ആ സ്വകാര്യ സംഭാഷണം ചോർത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന, ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. ഫണ്ടമെന്റൽ ഫ്രീഡത്തിന്റെ ലംഘനം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഇൻട്രൂഡിങ് ഇൻ ടു ദ പ്രൈവസി ഓഫ് എ പേഴ്സൺ ആണത്, ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അത് പുട്ടസ്വാമി കേസിലൊക്കെ സുപ്രീം കോടതി അതിനെ അതിനിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ബഹുമാനീയനായ ഗവർണർ ഈ ഫോൺ ചോർത്തൽ അതീവ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗവർണർ പറയാതെ തന്നെ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞേക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ പുട്ടസ്വാമി കേസിലും അതേ തുടർന്നും അതിന് മുമ്പും ഒക്കെ വിധികൾ വന്നിട്ടുണ്ട്. എന്നാലും പുട്ടസ്വാമിയാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വിധിന്യായം വന്നേക്കുന്നത്. അപ്പൊ അത് പറയുന്ന പോലുള്ള കാര്യങ്ങൾ, അതിന് നടപടി എന്തെടുത്തു എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും, അവിടെ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അത് കാരണം എന്താ പറയുക, സെൻട്രൽ സബ്ജക്റ്റാണ് ഈ വരുന്നത്. ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് നടപടി എടുക്കാവുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകടത്തലുകൾ അതിലേക്ക് വരും. മന്ത്രിമാരുടെ ഫോൺ, മന്ത്രിമാരെ എന്ന് പറയുന്ന അവരെ നിയമിക്കുന്നത് ഗവർണറാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പേര് റെക്കമെൻഡ് ചെയ്യും, പക്ഷെ ഗവർണറാണ് നിയമിക്കുന്നത്. അപ്പൊ ഗവർണർക്ക് അത് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്, ചോദിക്കുകയും ചെയ്യും, ചോദിച്ചിട്ടുണ്ട്. ഇനി എന്ത് എഴുതി കൊടുക്കുന്നത് എനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കുമെന്നും അറിയാൻ വയ്യ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാനേ മാർഗമുള്ളൂ. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചോളണം. കാരണം ഇതിപ്പോ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കല്ലേ. അതുകൊണ്ട് കാണാത്ത നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ നോക്കും? അതുകൊണ്ട് നമ്മൾ അതൊന്നും വിശ്വസിക്കേണ്ട. അങ്ങനെയൊന്നും ADGP ഒന്നും ആരുടെ ഫോണും ചോർത്തിയിട്ടില്ല, ഒരു മന്ത്രിയുടെയും ഫോണും ചോർത്തിയിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി അൻവറിന്റെ പേരിൽ അതിന് കേസ് വരും. കേസ് വരാൻ പോകുമ്പോൾ ഇനി പുതിയതായിട്ട് അൻവറിന് ഈ ഫോൺ ചോർത്തിയത് വഴി കിട്ടിയിട്ടുണ്ട് വല്ല വിവരം ഉണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ വയ്യാതെ വരും. അതുകൊണ്ട് ആ കേസിന് മുമ്പേ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അൻവർ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പോക്കാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ കാരണം ഈ പുലിയുടെ വാലയിൽ നിന്നുള്ള പിടി വിടാനും ഒക്കത്തില്ല. ഇത് ലൈവായിട്ട് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ കടി തിരിച്ചു കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിപ്പാൻ ശ്രമിക്കുക. ആ പഴയ അൻവർ ചെയ്തേക്കുന്ന നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അതായത് ഈ വൃത്തികേടുകൾ നടന്നതെല്ലാം കുറേയൊക്കെ വെളിക്കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് ഇനി വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ അത് പറയണം.